കമനീയ കിശോര മുഗ്ധമൂർത്തേः കളവേണുക്കൊണിതാവൃതാനനേന്തോः മമ വാജി വിജൃംഭതാം മുരാരേः മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡിശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവൃന്ദത്തെ തെളിച്ച വ്രജയുവതികളോടൊത്തു വൃന്ദാവനത്തിൽ രാവേറിയിടും വരേക്കും പല കളികളുമായി മേവിടും നന്ദസൂനോ വേവുന്നോരൻ മനസ്സിൻ വ്യഥകളെ മുഴുവൻ നീക്കുവാൻ ഞാനിതാ നിൻ ശ്രീവായ്ക്കും പാദപത്മം മതീല ഉണരുവാൻ കൈതൊഴുന്നു സഹർഷം. പണ്ടാ ചേലപ്പറമ്പ നടയിലൊരു നമസ്കാരമേകിട്ടു നേടി തണ്ടാർമാതിന്മണാളൻ ഗുരുപവനപുരത്തപ്പനെ മോക്ഷമാർഗം കണ്ടാപാദം നമിക്കാൻ ഇനി ഇവനൊരു നാൾ വന്നിടാൻ ഭാഗ്യമേകാനുണ്ടാകേണം മുരാരേ തവ കൃപ ഇവനിൽ കൃഷ്ണ കാരുണ്യസുന്ധോ. തീരാ ദുഃഖങ്ങളാൽ ഈ മനുജകുലമിതാം സ്തബ്ധരായി നിന്നിടുമ്പോൾ നേരാം മാർഗം തെളിച്ച് ദുരിതശതമൊടുക്കിയിടുമെൻ വിശ്വനാഥൻ. ക്ഷീരാംഭോധിക്കു മധ്യേ ഭുജഗപതി അനന്തനുമേലേ ശയിക്കും ക്ഷീരാബ്ധീശൻ രമേശൻ അടിമലരടിയൻ കൈതൊഴാം ഭക്തിപൂർവം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. ദശമസ്കന്ധത്തിലൂടെയുള്ള അല്ലെ യാത്രയാണ് നമ്മൾ. എവിടം വരെ എത്തി നമ്മള്? ഭഗവാൻ 3 വിവാഹ കഥകൾ നമ്മൾ പറഞ്ഞു. സ്യമന്തകത്തിലൂടെ സ്യമന്തകരത്നത്തിന്റെ കഥ പറഞ്ഞപ്പോൾ സത്യഭാമയുടെയും ജാമ്പുവതിയുടെയും വിവാഹം, പിന്നീട് പോരാ ഒരു 5 വിവാഹ കഥകൾ കൂടി അവിടെ അടുത്ത അധ്യായത്തിൽ കാണിക്കുന്നു. ഇങ്ങനെ അഷ്ടമഹിഷ്യുദ്വാഹം എന്ന് വിശേഷമായിട്ട് പറയാറുണ്ട്. 8 സഖികളാണ്, അല്ലെ 8 പത്നിമാരാണ് ഭഗവാന് പ്രധാനമായിട്ട്. പിന്നെ മറ്റതും പ്രധാനമാണ്, ഒരു കുറവുമില്ലാട്ടോ. എത്ര ആൾക്കാരാണ് എന്നതിലും എല്ലാവർക്കും ഒരേപോലെയാണ് ഭഗവാൻ. ഒരേ രീതിയില് കെട്ടിടങ്ങള് അല്ലെ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു എല്ലാവരെയും ഒരേ രീതിയിൽ സമർദർശനത്തോടു കൂടി തന്നെ കാണുന്നു അവിടെ. അപ്പം ഇവിടെ കാളിന്തി തുടങ്ങിയതായിട്ടുള്ള കാളിന്തി, മിത്രവിന്ദ, പിന്നെ സത്യ, പിന്നെയോ ഭദ്ര, ലക്ഷ്മണ, ഇങ്ങനെ 5 പേരുടെ വിവാഹ കഥകളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഏകദാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമ ഇന്ദ്രപ്രസ്ഥം ഗത ശ്രീമാൻ യുധാനാദിഭർവൃതാം. പണ്ട് അരക്കില്ലത്തിൽ പെട്ട പാണ്ഡവന്മാരൊക്കെ മരിച്ചുപോയി എന്നുള്ള ഒരു വിവരം പ്രാകൃതത്തോടുകൂടി മനുഷ്യഭാവത്തോടുകൂടി ഭഗവാനും എന്ത് ചെയ്തു? ഭഗവാനും ആ ദുഃഖത്തിലൊക്കെ പങ്കിട്ട് അല്ലെ, ഭഗവാൻ അറിയാം വിതുരനെ കൊണ്ട് ചെയ്യിച്ച് അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടതൊക്കെ ഭഗവാൻ അറിയാം. എന്നാൽ പോലും എന്താണ് അല്ലെ, ആ മാനുഷിക പരിഗണനയ്ക്ക് അനുസരിച്ച് ഭഗവാൻ അവരുടെ അടുത്ത് ആ ദുഃഖത്തിൽ പങ്കെടുത്തു. അപ്പം
പാണ്ഡവന്മാരൊക്കെ ദാ അരക്കില്ലത്തില് പെട്ടിട്ടില്ല. അവരൊക്കെ ദാ വീണ്ടും ജനിച്ചിട്ട് അവരൊന്നും എന്താണ് മരിച്ചിട്ടില്ല എന്നുള്ള ഒരു വിവരം അറിഞ്ഞപ്പോ എന്തായി, അതും വ്യാജമായിക്കൊണ്ട് അല്ലെ അവിടെ ഭഗവാൻ അറിയാം ഇതെല്ലാം. അപ്പോഴാണ് മനസ്സിലായത് ദ്രൗപദിയുടെ വിവാഹം നടന്നു. പാഞ്ചാലി സ്വയംവരത്തില് അർജുനൻ വന്ന് അല്ലെ അസ്ത്രമെയ്ത് ആ പാഞ്ചാലിയെ സ്വീകരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോഴാണ് ആ പാണ്ഡവരൊന്നും മരിച്ചിട്ടില്ല. അപ്പം ഇതറിയാൻ വേണ്ടിയിട്ട് എന്തായി, വീണ്ടും ഭഗവാൻ ദാ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയാകുന്നു. അവിടെ അങ്ങനെ ആ പാഞ്ചാലിയുടെ വിവാഹമൊക്കെ കഴിച്ച് ഹസ്തിനപുരത്തിലേക്കാണ് അവര് പോയത്. പിന്നീട് അവിടെ ധൃതരാഷ്ട്രരുടെ നിർദ്ദേശപ്രകാരം അർദ്ധരാജ്യവും ഒക്കെ കൊടുത്ത് അവിടെ ഇന്ദ്രപ്രസ്ഥം എന്ന നഗരം അവിടെ പണിയിച്ചു. അവിടെ ഇന്ദ്രപ്രസ്ഥം, അവിടെ ആ ഇന്ദ്രപ്രസ്ഥം പണിയിച്ച് അവിടെയാണ് പിന്നീട് അവര് താമസമാക്കിയെന്ന് പറഞ്ഞത്. ഈ ഇന്ദ്രപ്രസ്ഥത്തിന്റെ പേര് തന്നെയാണ് ഗാണ്ഡവപ്രസ്ഥം എന്നും ഒരു പേരുണ്ട് എന്ന് പറയാണ്. അവിടെ ഈ ഇന്ദ്രപ്രസ്ഥം എവിടെയാണ് ശരിക്ക്? ഇന്ദ്രപ്രസ്ഥം കാളിന്തിയുടെ അടുത്താണെന്ന് പറയും. യമുനാ തീരത്താണ് അവിടെ ആ ഇന്ദ്രപ്രസ്ഥം. അർത്ഥം രാജ്യസ്യ സംപ്രാപ്യ ഖാണ്ഡവപ്രസ്ഥമാവിശ എന്ന് മഹാഭാരതത്തില്. പണ്ട് കാമദേവൻ ആ മഹാദേവന്റെ ത്രിനേത്രങ്ങളില് അല്ലെങ്കിൽ ആ നേത്രാഗ്നിയില് ദഹിച്ചതായിട്ടുള്ള ഭസ്മത്തിൽ നിന്നും ഒരു അസുരൻ ഉണ്ടായി എന്നാ പറയുന്നത്. എന്താണ്? ഭണ്ഡാസുരൻ എന്ന് പേരായിട്ടുള്ള അസുരൻ. അങ്ങനെയുള്ള ആ ഭണ്ഡാസുരന്റെ ദ്രോഹം സഹിക്കവയ്യാതെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ദേവേന്ദ്രൻ വന്ന് ഗംഭീരമായിട്ട് ഭഗവതിയെ സ്തുതിച്ചു. ലളിതാംബികയായിട്ടുള്ള പരാശക്തിയെ ആരാധിച്ചതായിട്ടുള്ള സ്ഥലമാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നു. ദേവേന്ദ്രന്റെ ആരാധന നടന്നതായിട്ടുള്ള സ്ഥലമാണ് ഇന്ദ്രപ്രസ്ഥം. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? കാമദേവനെയാണ് ചുട്ടരിച്ചത് അല്ലെ? കാമദേവനെ ചുട്ടരിച്ചപ്പോൾ അതിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള അസുരൻ എന്ന് പറയുകയാണ്. അപ്പം ഈ ദേവേന്ദ്രന് ഉള്ളതായിട്ടുള്ള എല്ലാ എന്താണ് അഹങ്കാരങ്ങളെയും ഐശ്വര്യങ്ങളെയും കൊണ്ട് തനിക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുവാൻ എന്ന് തന്നെ പറയാം. ഈ ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞാൽ ആരാ? കാമദേവനെ ചുട്ടരിച്ചപ്പോൾ അതിന്റെ ഭസ്മത്തിൽ നിന്നുണ്ടായതാണ് ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞു അല്ലെ? ആ ഭണ്ഡാസുരന്റെ എന്താണ് ദ്രോഹം തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ലളിതാംബികയെ വന്ന് എന്താണ് ഭജിച്ചതായിട്ടുള്ള സ്ഥലമാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് അവിടെ പറയുന്നു. അപ്പം അത് ഭാഗീരഥിയുടെ തീരത്തായതുകൊണ്ട്, ഭാഗീരഥി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗംഗ തന്നെയാണ് ശരിക്കും. അപ്പൊ ഭാഗീരഥിയുടെ തീരത്താണ് യമുന എന്ന് ഒക്കെ അവിടെ പറയുന്നു. അപ്പൊ ഇന്ദ്രപ്രസ്ഥം ശരിക്ക് യമുനാ തീരത്ത് ആയതുകൊണ്ട് അവിടെ ഭാഗീരഥി അല്ലെങ്കിൽ ഗംഗയുടെ ഒരു പോഷക നദിയും കൂടിയാണ് യമുന. നമുക്ക് ഭാരതത്തിലാണ് ഈ തീർത്ഥങ്ങൾ മുഴുവൻ. യമുന, അതായത് ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. അപ്പം ഈ ഗംഗയുടെ തന്നെ ഒരു പോഷക നദിയാണ് യഥാർത്ഥത്തില് യമുന എന്ന് പറയും. എങ്ങനെ ഈ തീർത്ഥമാകുന്നത് എങ്ങനെയാണ്? ഈ ഗംഗ തന്നെയാണ് അല്ലെ? ഭഗവാന്റെ തൃപ്പാദങ്ങൾ കഴുകി വരുന്നതായിട്ടുള്ള ഗംഗ പല സ്ഥലത്തു കൂടെ വരുമ്പോ അതിന് പേര് മാറുന്നു, അത്രേ ഉള്ളൂ. ഭാഗീരഥി എന്നും അല്ലെ, ഗോദാവരി എന്നും യമുന എന്നും നർമ്മദ എന്നും സിന്ധു എന്നൊക്കെ ഓരോരോ ദേശങ്ങളില് നമ്മളുടെ ഉള്ളിലുള്ള പഞ്ചപ്രാണങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ നമ്മളുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റ ശ്വാസമേ ഉള്ളൂ. ഒറ്റ ശ്വാസം. ആ വായു പോകുന്ന സ്ഥലങ്ങളില് ഓരോരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിന് പ്രാണൻ എന്നും അപാനൻ എന്നും വ്യാനൻ എന്നും ഉദാനൻ എന്നും ഒക്കെ പറയുന്നു, അത്രേ ഉള്ളൂ. അവിടെ ഒരേ ഒരു വായു തന്നെ ഉള്ളൂ നമ്മുടെ ഉള്ളില്. അത് ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ച് അല്ലെ ഓരോരോ പേരുകൾ പറയുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാല് ഇവിടെ അപ്പം ഭഗവാൻ എന്തായി? ആ പാഞ്ചാലി സ്വയംവര സമയത്ത് പാണ്ഡവന്മാരെ കണ്ടു. അപ്പോഴാണ് അവിടെ ആ കാളിന്തിയുടെ വിവാഹത്തെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ രംഗങ്ങളൊക്കെ. കാരണം അവിടെ പോയി കുറച്ചു നാള് ആ ഭഗവാൻ പാണ്ഡവരുടെ കൂടെ താമസിക്കുന്ന സമയത്താണ്. ഒരു 4 മാസം, ചാതുർമാസ്യം എന്നൊക്കെ വേണേ പറയാം, 4 മാസം പാണ്ഡവരുടെ കൂടെ കഴിയുകയാണ്. ദൃഷ്ട്വാതമാഗതം പാർത്ഥ മുകുന്ദമഖിലേശ്വരം ഉത്തസ്ഥുര്യുഗപദ്വീരാഹ പ്രാണാമുഖ്യമിവാഗതം. ഭഗവാൻ അങ്ങോട്ട് ചെന്നപ്പോ എന്തായി? എല്ലാവരും കൂടെ ചാടി എഴുന്നേറ്റ് ഭഗവാന്റെ പാദങ്ങൾ വീണങ്ങ് നമസ്കരിച്ചു. ഇവിടെ പറയുന്നുണ്ട് പ്രാണാമുഖ്യമിവാഗതം എന്ന് പറയാണ്.
ഒരു പ്രാണനെ, ഇവരുടെ ഒക്കെ പിന്നെ എന്താണ് 5 പ്രാണനാണ് ഉണ്ടെങ്കിൽ പോലും മുഖ്യപ്രാണൻ എന്നുള്ളത് ആരാണ്? അല്ലെ, എൽക്കിഞ്ചിൽ പൗരുഷം പുംസാം മേനെ കൃഷ്ണാനുകമ്പിതം എന്ന് പറയുന്നുണ്ട്. അവസാനം ആ സന്താനഗോപാലത്തിന്റെ അവസാനം അർജുനൻ എന്റെ എന്ത് അല്ലെ, എന്റെ ഈ ശ്വാസോച്ഛ്വാസം ജ്വലിക്കുന്നത് പോലും എന്താണ്? മുഖ്യപ്രാണനായിട്ടുള്ള കൃഷ്ണന്റെ അനുകമ്പ ഒന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പറയാണ്. മുക്തിപ്രദനും സർവ്വലോകങ്ങൾക്കും ഈശ്വരനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ ദാ വന്നത് കണ്ടതോടുകൂടി പാണ്ഡവന്മാരെന്താണ്, ആ പ്രാണങ്ങൾക്ക് മുഖ്യപ്രാണൻ എന്ന പോലെ തന്നെ അങ്ങനെ എഴുന്നേറ്റ് അവർ വേണ്ട പോലെ ആ കൃഷ്ണനെ ആലിംഗനം ചെയ്തോടെ അല്ലെ, പരിഷ്വജ്യ അച്യുതം വീര അംഗസംഗഹതൈനസ, ആ അംഗങ്ങളെല്ലാം ചേർത്ത് വെച്ചോണ്ട് ആലിംഗനം ചെയ്തു. പിന്നെയോ അവര് ആ സാനുരാഗസ്മിതം വക്ത്ര വീക്ഷ്യ തസ്യമുദം യയു, എന്നിട്ട് ഇങ്ങനെ ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നവർ. എന്തിനു വേണ്ടാ നോക്കുന്നേ? ആ അല്ലെ നിറപുഞ്ചിരിയോട് കൂടിയിട്ടുള്ള ആ സാരൂപ്യം എന്തെന്നില്ലാത്ത ഒരു ആനന്ദം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചു നേരത്തേക്ക് ദാ ആ ഭഗവാനെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും വേഗം ചെയ്യാൻ ഭഗവാൻ എന്ത് ചെയ്യും? അങ്ങനെ അങ്ങോട്ട് ആ തന്റെ ഈശ്വരത്വം മനസ്സിലാക്കി കൊടുക്കണ്ട എന്ന് വിചാരിച്ച വേഗം തന്നെ ഭഗവാൻ ആ യുധിഷ്ഠിരനെ ഭീമന്റെ പാദങ്ങളിലേക്ക് അങ്ങോട്ട് നമസ്കരിക്കും. കാരണം എന്താണ്? തന്നെക്കായാലും മൂത്ത ആൾക്കാരാ അല്ലെ, അമ്മാവന്റെ മകനാണ് ശരിക്കേ. അപ്പം ആ യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഫാൽഗുനം പരിരഭ്യാധ യമാഭ്യാം ചാഭിവന്ദിത. എന്നാൽ ഫാൽഗുൻ ആരാണ്? അർജുനൻ. അർജുനെ സംബന്ധിച്ചിടത്തോളം ഒരു സമപ്രായാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് അർജുനെ ഒന്ന് ആലിംഗനം ചെയ്ത് പരിഷ്കരിച്ചു. പിന്നെ നകുല സഹദേവന്മാര് അവരാരാണ് ശരിക്കും? അവര് അനുജന്മാരായതുകൊണ്ട് അവരുടെ അവിടെ പറയുന്നുണ്ട് ആ അഭിവന്ദിത, അവരാൽ വന്ദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെ അനുഗ്രഹിച്ചു എന്നർത്ഥം അവിടെ. എന്തായാലും അവിടെ അപ്പം ഈ പാണ്ഡവരെയൊക്കെ എന്താണ് ഈ പ്രാണനെ പോലെ പ്രതിനിധീകരിക്കുകയാണെങ്കിൽ അതിന്റെ മുഖ്യ പ്രാണൻ എന്നുള്ള രീതിയിൽ ഇവരുടെ ഒക്കെ കാരണം എന്നുള്ള രീതി ആരാണ്? ഭഗവാനാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവര് ആ ഭഗവാനെ വേണ്ട പോലെ പ്രത്യഭിവാദനം ചെയ്തു എന്ന് പറയുകയാണ്. എന്തായാലും പിന്നീട് പരമാസന ആസീനം കൃഷ്ണ കൃഷ്ണമനിന്ദിത നവോഢാവ്രീഡിതാകിഞ്ചിൽ ശനേരേത്യാഭ്യവന്ദത. ഭഗവാൻ എന്താണ് യാദവന്മാരോടുകൂടി, സാത്വികി ഉദ്ധവൻ തുടങ്ങിയതായിട്ടുള്ള ധാരാളം യാദവന്മാരോടുകൂടിയാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നത്. ചെന്നപ്പം ആ മര്യാദയ്ക്കനുസരിച്ച് ആര്? കൃഷ്ണ. കൃഷ്ണ എന്ന് പറഞ്ഞ ആരാണ്? ഭഗവാന്റെ അല്ലെ ഭക്തയായിട്ടുള്ള പാഞ്ചാലി. ആ പാഞ്ചാലി വേണ്ട പോലെ ഇതാ ആ വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ചു നാളായിട്ട് അവിടെ ഇരിക്കുന്ന ആ അനിന്ദയായിട്ടുള്ള പാഞ്ചാലി എന്ന് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. കൃഷ്ണം അനിന്ദിത എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? എന്ന് പറഞ്ഞാൽ അനിന്ദത എന്ന് പറഞ്ഞാല് നിന്ദിക്കപ്പെടാത്തതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബഹുഭാര്യത്വത്തെ കുറിച്ചാണ് അവിടെ ഒന്ന് പറയുന്നത് അല്ലെ. ബഹുർഭർത്തൃത്വം എന്ന് പറയും അല്ലെ. ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അത് പാതിവൃത്യത്തിന് കേടാകുമോ എന്നൊരു ചോദ്യം ചോദിക്കാൻ വേണമെങ്കിൽ അവിടെ അല്ലെ. പക്ഷെ അതിനെടുത്ത് വേദവ്യാസ മഹർഷി പറയാണ് കൃഷ്ണം അനിന്ദിത. ആ അനിന്ദിതയായിട്ടുള്ള പാഞ്ചാലി ദാ ആ ഭഗവാനെയും ഭഗവാന്റെ കൂടെ വന്നിട്ടുള്ള യാദവന്മാരെയും വേണ്ട പോലെ അവിടുന്ന് സ്വീകരിച്ചു എന്ന് പറയുകയാണ് അവിടെ. അപ്പൊ ശരിക്കും അവിടെ ഈ പാഞ്ചാലി ഒരേ അംശത്തിലുള്ള ഒരാൾ, ഈ 5 പേരെന്ന് പറഞ്ഞാൽ ഒറ്റ അംശാന്ന് അവിടെ പറയുന്നുണ്ട് അവിടെ. അതില് ശ്രീധരീയത്തിൽ കാണിക്കുന്നുണ്ട് പഞ്ചേന്ദ്രോപാഖ്യാനം എന്നുള്ളൊരു ആ രീതിയില് പാണ്ഡവരൊക്കെ എന്താണ് എല്ലാവരും ശരിക്കും ഇന്ദ്രന്റെ അംശം തന്നെയാണ് എന്ന് പറയാണ്. ആദ്യത്തെ ആരാണ്? യുധിഷ്ഠിരൻ അല്ലെ. ആ യുധിഷ്ഠിരനെ നോക്കുകയാണെങ്കിൽ മാർക്കണ്ഡേയ പുരാണം നമുക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും. അവിടെ അസുരന്മാരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ അവിടെ വിനിയോഗിച്ചതായിട്ടുള്ള തേജസ് അത് ആരാണ്? യമനിൽ ലയിക്കുകയാണ് ചെയ്തത്. അസുരന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഇന്ദ്ര തേജസ് യമനിൽ ലയിക്കുകയും ആ യമനിൽ ഉണ്ടായ ആളാണ് ആര്? യുധിഷ്ഠിരൻ. അപ്പൊ ആരായി ശരിക്ക്? ഇന്ദ്രന്റെ ആള് തന്നെ, അംശം തന്നെയായി യുധിഷ്ഠിരൻ. പിന്നെ അടുത്തതാരാണ്? അടുത്തത് ഭീമൻ അല്ലെ. ആ ഭീമൻ എങ്ങനെയാണ്? പണ്ട് അല്ലെ ആ ഗുരുത്വം ദോഷത്തിന് വന്ന സമയത്ത്, അല്ലെങ്കിൽ തൊഷ്ട്രാവിന്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപൻ ആ ദേവന്മാരുടെ ഗുരുനാഥനായിട്ടുള്ള സമയത്ത് അന്ന് ആ വിശ്വരൂപനെ ഗ്രഹിച്ച സമയത്ത് ഇന്ദ്രന്റെ തേജസ്
വായുവിൽ ലയിച്ചു. അങ്ങനെ ആയപ്പോഴോ വായുപുത്രനായിട്ടുള്ള അല്ലെ ഭീമൻ ആരായി? ഇന്ദ്രന്റെ അംശമായി. പിന്നെയോ മൂന്നാമത് അർജുനൻ പിന്നെ ഇന്ദ്രന്റെ പുത്രനാണെന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എന്താണ്? പിന്നീടാണ് അവിടെ ആ അഹല്യയെ പ്രാപിച്ച സമയത്ത് തന്റെ ഈ രൂപ സൗന്ദര്യങ്ങളെ മുഴുവൻ എന്താണ് അശ്വിനി ദേവതകളിലേക്ക് ലയിച്ചു. ആ അശ്വിനി ദേവതകളിലേക്ക് ലയിച്ചതോടുകൂടി അങ്ങനെ ആ അശ്വിനി ദേവതകളുടെ പുത്രന്മാരായിട്ടുള്ള നകുല സഹദേവന്മാര്, അപ്പം ഇങ്ങനെയുള്ള ആ അശ്വിനി ദേവതകള് നകുല സഹദേവന്മാർക്ക് ജന്മം നൽകി. അപ്പം ശരിക്കു പറഞ്ഞാൽ എന്താണ്? എല്ലാവരും 5 പേരും എന്താണ്? ഒറ്റ ഒരു ഇന്ദ്രാംശം തന്നെയാണ്. അതുകൊണ്ട് ബഹുഭാര്യത്വം അല്ല, ബഹുഭർത്തൃത്വം എന്നുള്ളൊരു ദോഷം ആരെ ബാധിച്ചിട്ടില്ല? പാഞ്ചാലിയെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പരമാസന ആസീനം കൃഷ്ണം അനിന്ദിതയായിട്ടുള്ള പാഞ്ചാലി ആ കൃഷ്ണനെ വേണ്ട പോലെ അവിടുന്ന് സ്വീകരിച്ചു. പോരാ, ആ കൃഷ്ണനെ പോലെ തന്നെ കൃഷ്ണന്റെ കൂടെ വന്നതായിട്ടുള്ള എല്ലാവരെയും അവരവരുടെ സാത്വികയും അതുപോലെ തന്നെ ഉദ്ധവനും തുടങ്ങിയതായിട്ടുള്ള അവരെയൊക്കെ വേണ്ട പോലെ അഭിവാദ്യം ചെയ്ത് സ്വീകരിച്ച് അവർക്കൊക്കെ വേണ്ടതായിട്ടുള്ള വിശിഷ്ട ആസനങ്ങൾ കൊടുത്ത് അവരെ വേണ്ട പോലെ അവിടെ പരിചരിച്ചു എന്ന് അവിടെ കാണിക്കുന്നതോടെ പിന്നെ എന്താണ്? വൃഥാം സമാഗത്യ കൃത അഭിവാദനസ്തയാതിഹാർദ്രദൃശാഭിരംഭിത. പിന്നെ വേഗം അല്ലെ അച്ചമ്പങ്ങളുടെ അടുത്തേക്ക് പോയി. അച്ചമ്പങ്ങള് കുന്തിദേവി അല്ലെ ആ പാണ്ഡവരുമായിട്ട് സമ്മേളിച്ചതിൽ പിന്നെ കൃഷ്ണൻ നേരെ തന്റെ അച്ചമ്പങ്ങളായിട്ടുള്ള കുന്തിദേവിയുടെ അടുത്ത് ചെന്ന് വേഗം പാദങ്ങൾ വീണങ്ങ് നമസ്കരിച്ചു. സ്നേഹപാരിവശ്യത്തോടുകൂടി ആ കണ്ണീരോടുകൂടി ആ കൃഷ്ണനെ എടുത്ത് മാറോട് ചേർത്ത് അവിടുന്ന് ആലിംഗനം ചെയ്തു ആ കുന്തിദേവി. അങ്ങനെ ആ കൃഷ്ണനോട് തന്റെ എല്ലാ കുശലാന്വേഷണങ്ങളൊക്കെ ചെയ്തു, ബന്ധുക്കളുടെ വിവരങ്ങളൊക്കെ അല്ലെ. കാരണം ആ തന്റെ ഗൃഹത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുവാൻ വേണ്ടി ഒരു ഔത്സുക്യം ഉണ്ടാവും കുന്തിദേവിക്ക്. വേഗം ബന്ധുക്കളെ കുറിച്ചൊക്കെ കുശലാന്വേഷണം ചെയ്തു. പിന്നെ അത് തന്നെയല്ല, തന്റെ അല്ലെ മക്കളായിട്ടുള്ളവരുടെ ഒക്കെ ഭാര്യയായിട്ടുള്ള പാഞ്ചാലിയോടുകൂടി ഇരിക്കുന്ന ആ കുന്തിദേവി കുന്തിദേവിയോട് കൃഷ്ണനും ഓരോ തരത്തിലുള്ള സൗഖ്യങ്ങളൊക്കെ പരസ്പരം അവിടുന്ന് ആ കുശല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുന്തിദേവിക്ക് എന്തെന്നില്ലാത്ത ഒരു ബന്ധുസ്നേഹം. അതാണ് അവിടെ പറയുന്നത്, സമാഹ പ്രേമ വൈക്ലബ്യരുദ്ധകണ്ഡാശ്രുലോചനാം സ്മരന്തീതാൻ ബഹൂൻ ക്ലേശാൻ ക്ലേശപായ ആത്മദർശനം. അങ്ങനെ ആ ബന്ധുക്കളോടുള്ള എന്തെന്നില്ലാത്ത ഒരു സ്നേഹം കൊണ്ട് ഗദ്ഗതമായി തൊണ്ടയിടറിക്കൊണ്ട് അവിടുന്ന് ആ കണ്ണുകളൊക്കെ നിറഞ്ഞു അല്ലെ. കുന്തിദേവി താനും സന്താനങ്ങളൊക്കെ അനുഭവിച്ചതായിട്ടുള്ള ഓരോ തരത്തിലുള്ള ദുഃഖങ്ങള് ക്ലേശങ്ങള് അതോരോന്നോരോന്നായിട്ട് കൃഷ്ണനോട് പറഞ്ഞു. ഇതിനൊക്കെ ആരാണ് സഹായമായിട്ടുള്ളത്? സഹായേനമയാ. ആരാ സഹായമായിട്ട്? അവിടുത്തെ ഒരു സഹായം കൊണ്ട് എൻ്റെ ഉണ്ണികൾക്ക് യാതൊരുവിധ ദുഃഖവും വരാത്ത രീതിയിൽ അവിടുന്ന് സംരക്ഷിച്ചു അവിടുന്ന് അല്ലെ. അപ്പം ആ ക്ലേശങ്ങൾ ഓരോന്നായി ഓർത്തുകൊണ്ട് ആ സ്വന്തം ജനങ്ങളുടെ ക്ലേശ നിവാരണത്തിനായിട്ട് അവതാരം ചെയ്ത ആളാണ് അവിടുന്ന് എന്നാണ് അവിടെ പറയുന്നത്. നോക്കൂ, ക്ലേശാൻ ഈ തൻ്റെ സ്വജനങ്ങൾ എന്നുള്ള രീതിയിൽ അവരെ ദുഃഖിക്കരുത്, അതിനു വേണ്ടിയിട്ടാണ് ആരവതാരം ചെയ്തത് അല്ലെ. കുന്തിസ്തുതി നമുക്ക് കാണാൻ സാധിക്കും. കുന്തിസ്തുതിയിൽ എന്താ പറയുന്നത്? ഭഗവാനോട് പറയുന്നത്, ഹേ ഭഗവാനെ, അവിടുത്തെ അവതാരം എന്തിനു വേണ്ടായിരുന്നു? ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവാ അല്ലെ. സജ്ജനങ്ങൾക്ക് ഭക്തന്മാർക്ക് അവിടത്തെ കുറിച്ച് ഇങ്ങനെ പാടാനും കേൾക്കാനും ഒക്കെ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ അറിയാൻ വേണ്ടിയിട്ടല്ലേ അങ്ങയുടെ ഒരു അവതാരം? ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചതുപോലെ തന്നെ പറയുകയാണ്, എൻ്റെ മക്കളായിട്ടുള്ള പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ അവതാരം, വേറെ ഒന്നിനും അല്ല. തദൈവ കുശലം നോഭൂൽ സനാഥാസ്തേ കൃപാവയം ജ്ഞാതീന്ന സ്മരതാ കൃഷ്ണഭാതാമേ പ്രേഷിതസ്ത്വയാ. പിന്നെ അവിടെ ആ സ്വജനങ്ങളെയൊക്കെ എപ്പോഴും വേണ്ട പോലെ തൻ്റെ സ്വജനങ്ങളെ എപ്പോഴും ഓർമ്മിക്കുന്നതായിട്ടുള്ള അങ്ങ് ഞങ്ങളുടെ ആ ഏട്ടനായിട്ടുള്ള അല്ലെ ഭ്രാതാവായിട്ടുള്ള അക്രൂരനെ ഹസ്തിനപുരിയിലേക്ക് അയച്ചതിന് എത്രയോ വലിയൊരു ഉദാഹരണമാണ് ശരിക്ക് അല്ലേ.
നോക്കൂ, ആ ഒരു എന്താണ് സ്നേഹം കൊണ്ടല്ലേ അക്രൂരനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പറഞ്ഞു വിട്ടത്. അവിടെ ചെന്നിട്ടോ ലോകമാകമാനം എന്താണ് ശരിക്ക് ആ സൗഹൃദ ഭാവത്തെ നിലനിർത്തിക്കൊണ്ട് പോകുവാനുള്ള ഒരു താല്പര്യം അങ്ങേക്കുണ്ട്. എല്ലാവരെയും സമദർശനത്തോടു കൂടി കാണുന്ന അങ്ങ് അല്ലെ, സ്വന്തക്കാരനെന്നും അല്ലെങ്കിൽ അന്യരെന്നും ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ എല്ലാവരെയും ഒരേപോലെ ക്ഷേമം അന്വേഷിക്കുന്നതായിട്ടുള്ള ആ ഒരു ഭാവം. അപ്പം എങ്കിലും അങ്ങയെ അനന്യഭാവേന ഉപാസിക്കുന്നവരുടെ ഹൃദയാന്ത ഭാഗത്ത് അങ്ങ് സ്ഥിതി ചെയ്യുന്നു. അവരെയൊക്കെ എന്നിട്ടോ അങ്ങനെ അവരുടെയൊക്കെ ആ ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുന്നു. ആലോചിച്ച് നോക്കൂ, പറയുന്നുണ്ട് സ്മരതാം ശശ്വക്ലേശാൻ ഹംസി ഹൃദി സ്ഥിത. അപ്പൊ ഇങ്ങനെയൊന്നും ഇങ്ങോട്ട് വിചാരിക്കാത്തവരുടെ ഉള്ളിൽ പോലും അല്ലെ, ആ ഗോപികാഗീത അല്ല രാസക്രീഡയിൽ ഭഗവാൻ ഗോപികമാരെ ഉപദേശിക്കുന്നില്ലേ, ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നു അല്ലെ, ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നു. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള പ്രേമം എന്ന് ഗോപികമാരോട് ഭഗവാൻ നിങ്ങളുടെ പ്രേമത്തിന്റെ മഹാത്മ്യം നിങ്ങൾ അറിയണം എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത്. എന്താണ്, അനന്യമായിട്ട് ഉപാസിക്കുന്നവരായിട്ടുള്ളവരുടെ ഹൃദയാന്തർഭാഗത്തിൽ പോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ക്ലേശങ്ങളെ ദൂരീകരിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പം അതിനു വേണ്ടിയിട്ടും അങ്ങ് അവിടെ എന്തായാലും വേഗം തന്നെ ആ വലിയേട്ടന്റെ അടുത്തേക്ക് ചെന്നു, യുധിഷ്ഠിരന്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും യുധിഷ്ഠിരൻ ചോദിച്ചു, കിംന ആചരിതം ശ്രേയോ നവേദാഹമധീശ്വര യോഗേശ്വരാണാം ദുർദർശോ എന്നോ ദൃഷ്ടകുമേധസാം. എല്ലാ യോഗശാസ്ത്രത്തിന്റെയും ഉപജ്ഞാതാവാണ് അങ്ങ് അല്ലെ. അങ്ങനെ അവർക്ക് പോലും ഉപജ്ഞാതാവായിട്ടുള്ള അവർക്ക് പോലും ദർശിക്കുവാൻ സാധ്യമായിട്ടില്ല അല്ലെ. എത്രയോ എന്താണ് യുഗങ്ങളോളം തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാര് യോഗ ദർശനങ്ങളെ ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് പോലും പ്രയാസമായിട്ടുള്ള അങ്ങയെ ഞങ്ങൾക്ക് ഈ കുബുദ്ധികളായിട്ടുള്ള ഞങ്ങൾക്ക് ദർശനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് പുണ്യമാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. യോഗേശ്വരാണ് ദുർദർശോ എന്ന ദുഷ്ടകുമേധസാം എന്നാണ് പറയുന്നത്. കുബുദ്ധികളായിട്ടുള്ള ഞങ്ങൾക്ക് അങ്ങേ കാണാൻ സാധിച്ചല്ലോ അല്ലെ. ഇതിവൈ വാർഷികാമാസാൻ രാജ്ഞാ സ്വഭ്യർത്ഥിത സുഖം ജനേൻ നയനാനന്ദമിന്ദ്രപ്രസ്ഥൗകസം വിഭൂ. അതുകൊണ്ട് ആ യുധിഷ്ഠിര രാജാവിന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇന്ദ്രപ്രസ്ഥവാസികൾക്കൊക്കെ ഇന്നിതാ ആ ഭഗവാനെ കണ്ട് സാരൂപ്യം അടയും, അല്ലെങ്കിൽ നയനോത്സവം എന്ന് വേണേൽ പറയാം അല്ലെ. സാരൂപ്യം നൽകുമാറ് ഭഗവാൻ അവിടെ കുറച്ചു കാലം അവിടെ കഴിഞ്ഞു. ഒരു 4 മാസത്തോളം അവിടെ അവരുടെ കൂടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആ വിജയന്റെ കൂടെ അല്ലെങ്കിൽ അർജുനന്റെ കൂടെ യാത്രയായി. എങ്ങനെ അർജുനന്റെ രഥത്തിലാ പോയത്. ആ ഏകതാരഥമാരുഹ്യ ഗാണ്ഡീവം ധനുരാദായ തൂണോച അക്ഷയസായകൗ സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാലമൃഗാകീർണം പ്രാവിശൽ പരവീരഹ. അങ്ങനെ ഒരു ദിവസം അർജുനൻ കൃഷ്ണനോടൊത്തുകൊണ്ട് ആ നായാട്ടിനായിട്ട് അവിടുന്ന് പോകുന്നു. അതായത് എങ്ങനെയുള്ള ധ്വജത്തിലാ കയറിയത്? ഹനുമാന്റെ ധ്വജം. ഭഗവാന്റെ ഏതാണ്? ഗരുഡനാണ് അല്ലെ. സുവർണ ലക്ഷണമാണ് ഭഗവാന്റെ രഥത്തിന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ അർജുനന്റെ രഥത്തിന് ഹനുമാന്റെ ധ്വജത്തോട് കൂടിയിട്ടുള്ള രഥത്തില് ഗാണ്ഡീവം എന്നുള്ള എന്താണ് ഈ ധനുസ് എടുത്തു. അക്ഷയസായക തുണീരങ്ങളും ഒക്കെ എടുത്ത് യുദ്ധസന്നാഹത്തിനായിക്കൊണ്ട് അവർ രണ്ടുപേരും കൂടി നായാട്ടിനായിട്ട് പുറപ്പെട്ടു എന്ന് പറയാണ്. അങ്ങനെ ആ ദുഷ്ടമൃഗങ്ങളെയൊക്കെ വേട്ടയാടുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തില് ഈ ഒരു നായാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാരണം എന്താണ്? ഹിംസ്ര ജന്തുക്കളെ, സൗമ്യമായിട്ടുള്ള മൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉപദ്രവിക്കുന്ന ദുഷ്ടജന്തുക്കളെയൊക്കെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ കാട്ടിലൊക്കെ പ്രവേശിച്ച് അതിൽ ധാരാളം നദികള്, അതുപോലെ എന്താണ് ഹിംസ്ര ജന്തുക്കള് പറയുന്നുണ്ട് അവിടെ. തത്രാവിദ്യശരീർ വ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ. അതായത് പന്നികള്, കാട്ടുപോത്തുകള്, പിന്നെ രുജു എന്ന് പേരായിട്ടുള്ള മാനുകള്, ശരഭം തുടങ്ങിയതായിട്ടുള്ള, പിന്നെ കാട്ടുകാളകള്, കാണ്ടാമൃഗങ്ങള്, അങ്ങനെ പിന്നെ പലതരത്തിലുള്ള സൗമ്യമായിട്ടുള്ള ഹരിണാൻ ശശശല്ലകാൻ. ഹരിണ എന്ന് പറഞ്ഞാല് മാന്, മൊയല് തുടങ്ങിയതായിട്ടുള്ള അവയൊക്കെ ആ ഹിംസ്ര ജന്തുക്കളെയൊക്കെ അമ്പ ചെയ്തുകൊണ്ടുമൊക്കെ
ആ നായാട്ട് നടത്തി അവിടെ. അങ്ങനെ നടത്തിയിട്ട് പറയുന്നുണ്ട്, താൻ നിന്യുക്കിങ്കരാജ്ഞേ മേധ്യാൻ പർവാണ്യപാകത്തെ തൃപ്പരീത പരിശ്രാന്തോ ബീഭൽ സൂര്യമുനാമകാൽ. അവര് പാർവണം, അതായത് പാർവണം എന്ന് പറഞ്ഞാല് ഈ ശ്രാദ്ധത്തിനാണ് പറയുന്നത്. പാർവണ ശ്രാദ്ധത്തിന് വേണ്ടിയിട്ട് അവിടെ വേട്ടയാടി. അന്നൊക്കെ ഈ മാംസം വിളമ്പുക എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു ശ്രാദ്ധങ്ങൾക്കൊക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ വേട്ട ആടി അതിന് വേണ്ടതായിട്ടുള്ള ആ ഇതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവിടെയുള്ള ഭൃത്യന്മാരുടെ അടുത്ത് ഈ പാർവണ ശ്രാദ്ധത്തിനുള്ള മാംസത്തെയൊക്കെ അവിടുന്ന് യുധിഷ്ഠിരന്റെ അടുത്തേക്ക് കൊടുത്തു വിട്ടു എന്ന് പറയണം. പിന്നെ വേട്ടയൊക്കെ കഴിഞ്ഞ് നേരെ അവര് ദാഹിച്ച് വശംവദരായിക്കൊണ്ട് നേരെ യമുനയുടെ ആ നദീതീരത്തേക്ക് എത്തി എന്ന് പറയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, തത്രോപസ്പൃശ്യ വിശദം വിത്വാ വാരിമഹാരഥോ കൃഷ്ണോ ദൃശദുഃഖന്യാം ചരന്തീം ചാരുദർശനാം. ആ കാളിന്തിയിലേക്ക് ചെന്നപ്പോഴാണ് നല്ല ഒരു സുന്ദരി അവിടെ നിന്ന് ഗംഭീരമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്തായി, കുറച്ച് കഴിയുമ്പം ഒരു സ്ഥലത്ത് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും, പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ നടന്ന് അടുത്ത സ്ഥലത്ത് പോയി ജപിക്കും. ഇങ്ങനെ അപ്പോഴത്തേക്കും ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു, അർജുനോട് പറഞ്ഞു, ഹേ അർജുന, അവിടെ ആരാണ് ആ സുന്ദരിയായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ ആരാണ് എന്നൊന്ന് പോയി അന്വേഷിച്ചു വരാൻ വേണ്ടിയിട്ട് അർജുനൻ ആ കാളിന്തിയുടെ എതിരെ നടന്നു എന്നാണ് പറയാ. അങ്ങനെ എതിരെ നടന്നിട്ട് ചോദിച്ചു അർജുനൻ, എന്താണ്, കാത്വം കസ്യാസി ദുശ്രോണി കുതോസി കിം ചികീർഷസി മന്യേത്വാം പതിമിച്ഛന്തീം സർവം കഥയശോഭനേ. നീ ആരാണ്, നീ എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെ, ഈ എന്താണ് കാളിന്തി തീരത്തുകൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചോദിച്ച്, ആരുടെ പുത്രിയാണ്, എവിടെ നിന്ന് വരുന്നു, അതെല്ലാം അവിടുന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോഴേക്കും കാളിന്തി പറഞ്ഞു, ഞാൻ ആരാണ്, അഹം ദേവസ്യ സവിതുർ ദുഹിതാപതിമിച്ഛതി, ഞാന് സൂര്യപുത്രിയാണ്, ആദിത്യദേവന്റെ പുത്രിയാണ്. പിന്നെയോ ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠനും അതുപോലെ സർവപര പ്രധാനമായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഭജിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്, എൻ്റെ ഭർത്താവായിട്ട്, എനിക്ക് പതിയായിട്ട് ആ മഹാവിഷ്ണു ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ഉള്ള ഞാൻ എന്താണ്, ആ മാറത്ത് മഹാലക്ഷ്മിയെ ഇരിപ്പിടമാക്കിയിട്ടുള്ള ഭഗവാനെ അല്ലാതെ വേറെ ആരെയും ഞാൻ പതിയായിട്ട് കാണുന്നില്ല. ഈ ഒരു വിവരം അത് അനാഥർക്കായിട്ടുള്ള ആശ്രയഭൂതനായിട്ടുള്ള വേറെ ആർക്കും പറ്റില്ല. മുക്തിപ്രദൻ എന്നാണ് അവിടെ പറയുന്നത്. നോക്കൂ, അവിടെ പറയുന്നുണ്ട്, കാളിന്ദീതി നാന്യം പതിംവൃണേ വീരേ തമൃതേ ശ്രീനികേതനം തുഷ്യതാമേ സ ഭഗവാൻ മുകുന്ദോനാഥ സംശ്രയ. നമുക്കൊക്കെ അല്ലെ മുക്തി എന്നുള്ളത് ആർക്കേ തരാൻ സാധിക്കുള്ളൂ, അത് മുക്തിൻ ദദാതി ഇതി മുകുന്ദ. അതാണ് അവിടെ പറയുന്നത്, മുകുന്ദോനാഥ സംശ്രയ. അനാഥന്മാർക്ക് ആശ്രയമായിട്ട് അത് ഈശ്വരനല്ലാതെ വേറെ ആരുമില്ല. ആ ഈശ്വരനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടണം. വേറെ ആരും എന്നെ തന്നാൽ എന്നെ ഭരിക്കാൻ പറ്റില്ല. എന്നെ രക്ഷിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. അത് ഭഗവാൻ അല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. ഇങ്ങനെ അതുകൊണ്ട് എൻ്റെ ആ പ്രസിദ്ധമായിട്ടുള്ള എൻ്റെ നാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാ ജലേ. ഞാൻ എവിടെയാ താമസിക്കുന്നത്, ഞാൻ ഈ യമുനാ ജലയത്തിലെ അന്തർഭാഗത്താണ്. നിർമ്മിതേ ഭവനേ പിത്ര യാവത് അച്യുത ദർശനം. അങ്ങനെ എൻ്റെ പേര് കാളിന്തി എന്നാണ്. ആ മഹാവിഷ്ണുവിന്റെ സാക്ഷാത്കാരം ലഭിക്കുവാൻ വേണ്ടിയിട്ട്, ഞാൻ തപസ്സനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വാസസ്ഥാനം അന്വേഷിച്ച് നടന്ന് എൻ്റെ അച്ഛനായിട്ടുള്ള ആദിത്യൻ യമുനാ നദിയുടെ അന്തർഭാഗത്ത് എനിക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇരുത്തിയിട്ടുള്ള സ്ഥലമാണ് ഇത് എന്ന് അവിടെ ആ കാളിന്തി അവിടെ എടുത്തു പറഞ്ഞു. അവിടെ അയമ്മാ കാമയേദിത്യ ശങ്കായാമാഹ നാന്യമീതി. അതായത് മഹാവിഷ്ണു ഗായത്രി മന്ത്ര സ്വരൂപി എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, എന്താണ്, ധ്യേയം സദാ എന്നുള്ള ഒരു ശ്ലോകത്തില് എന്താണ് പറയുന്നത്, ആ സൂര്യമണ്ഡല ചക്രവർത്തി ആയിക്കൊണ്ട് മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ് അവിടെ. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ, ഈ ഗായത്രി മന്ത്ര സ്വരൂപിണിയാണ് യമുന എന്ന് പറയുകയാണ്. എങ്ങനെയാണോ നമ്മൾ ഗായത്രി അല്ലെ, തത്സവിതുർ വരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ
എന്ന് ഗായത്രി മന്ത്രം നമ്മൾ ഉച്ചരിക്കണമെങ്കിൽ അതിന് തക്കവണ്ണം ഈ യമുനയെ കൊണ്ട് അത് ഉപയോഗിക്കുന്നതോടെ അല്ലെങ്കിൽ ഓർക്കുന്നതോടെ, ഇപ്പം ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇവിടെ ഈ യമുന തപസ് അനുഷ്ഠിക്കുന്നതെന്ന് വേണേൽ നമുക്ക് അവിടെ പറയാം. ആദിത്യന്റെ പുത്രി ആയതുകൊണ്ട് അവിടെ വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം എന്താണ്, നമ്മുടെ ഭാഗവതത്തിലാണേലും അതെ, ഭാഗവതം എന്താണ്, ഭാഗവതം തന്നെ ഒരു ഗായത്രി സ്വരൂപമാണ് എന്ന് പറയും. കാരണം എന്താണ്, തുടക്കം ധീമഹി അവസാനവും ധീമഹി, അല്ലെ, സത്യം പരം ധീമഹി എന്ന് പറയുന്നു. അപ്പൊ ആ ധീമഹി എന്ന ക്രിയാപദത്തിലൂടെ സ്ഥാപിക്കുന്നത് കൊണ്ട് ഭാഗവതവും ഒരു ഗായത്രി സ്വരൂപമാണ് എന്ന് പറയണം. അപ്പം ആ ദേവൻ സൂര്യ ഭഗവാനായി നമുക്ക് ദർശനം നൽകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഹോരാത്രം ആ ഗായത്രി ഉപാസന ചെയ്യുന്നത് എന്നൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സത്യത്തെ എൻ്റെ അച്ഛനായിട്ടുള്ള ആദിത്യനോട് തന്നെ വിവരം അറിയിച്ച അച്ഛന്റെ ആ അനുവാദവും കൂടി മേടിച്ചുകൊണ്ടാണ് ഞാൻ എവിടെ വന്നത്. അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇവിടെ കാളിന്തിയിൽ വന്ന് തപസ് അനുഷ്ഠിക്കുന്നത് എന്നൊക്കെ അവിടെ പറഞ്ഞു. എന്തായാലും പിന്നീട് അവിടെ ആ കാളിന്തിയുടെ വാക്യം ഒക്കെ അതേപടി അർജുനൻ എവിടെ ചെന്നു, ഭഗവാന്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഭഗവാൻ ആ കാളിന്തിയെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതോടുകൂടി, അല്ലെങ്കിൽ നന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളാണ് സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ, അല്ലെ. ഭഗവാൻ വേഗം തന്നെ ആ കാളിന്തിയെ തന്റെ രഥത്തിൽ കയറ്റി ധർമ്മപുത്രരുടെ സമീപത്തേക്ക് വേഗം യാത്രയായി. അവിടെ ചെന്നു. പാണ്ഡവന്മാര് ആ കൃഷ്ണനോട് തങ്ങൾക്ക് ഒരു പാർപ്പിടം, അതായത് ഇപ്പൊ എന്തായി, ഇപ്പം അവര് മരിച്ചിട്ടില്ല എന്നുള്ള വിവരം അറിഞ്ഞു ഭഗവാൻ. അങ്ങനെ പാണ്ഡവന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി വന്ന സമയത്ത് അവര് പറഞ്ഞു, പാണ്ഡവന്മാരും കൃഷ്ണനോട് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അർത്ഥരാജ്യമില്ലെങ്കിലും എന്താണ്, എവിടെയെങ്കിലും ഒന്ന് കിടക്കാനൊരു സ്ഥലം, ഒരു പാർപ്പിടം വേണമെന്ന് വിചാരിച്ചു. യഥൈവ കൃഷ്ണ സന്ദിഷ്ട പാർത്ഥാനാം പരമത്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ. ഭഗവാൻ എന്ത് ചെയ്തു, വേഗം തന്നെ ആ യുധിഷ്ഠിരാദികളായിട്ടുള്ള പാണ്ഡവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരം അവിടെ ഉടനെ തന്നെ വിശ്വകർമാവിനെ കൊണ്ട് ഒരു നഗരം തന്നെ അവിടെ സൃഷ്ടിച്ചു. ആ നഗരമാണ് ഇത് ഇന്ദ്രപ്രസ്ഥം എന്ന പേരിലുള്ള ഇന്ദ്രപ്രസ്ഥ നഗരം ഒക്കെ അവിടെ പണിയിച്ചു. തന്റെ സ്വന്തക്കാരായിട്ടുള്ള പാണ്ഡവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തില് താമസിക്കുന്ന കാലത്താണ് അവിടെ അഗ്നിക്ക് ഗാണ്ഡവവനം നൽകുവാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ ഉണ്ടായത്. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തില് അർജുനന്റെ സാരഥ്യം വഹിച്ചുകൊണ്ട് യാത്രയായി. അങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ ഗാണ്ഡവവനം ഭക്ഷിച്ചതില് സന്തുഷ്ടനായിട്ടുള്ള അഗ്നി. അങ്ങനെ അഗ്നിക്ക് ആ വനത്തെ കിട്ടിയതോടുകൂടി എന്താണ്, സന്തോഷത്തോടുകൂടി ആ അഗ്നി എന്ത് ചെയ്തു, അർജുനന് ഗാണ്ഡീവം അവിടെ പറയുന്നുണ്ട്. നോക്കൂ, 26, 27 രണ്ട് ശ്ലോകങ്ങളില് അർജുനന് കിട്ടിയതായിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളാണ്. സോഗ്നിസ്തുഷ്ടോ ധനുരഥാത് ധയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായ അക്ഷയൗ തൂണോ വർമ്മ ചാഭ്യേദ്യമസ്ത്രിഭി. അവിടെ പറയുന്നുണ്ട്, അഗ്നി അർജുനന് ആ ഗാണ്ഡീവം എന്നുള്ളൊരു ധനുസിനെ കൊടുത്തു. പോരാ, പിന്നെ ഏതാണ്, ധനുരഥാധ്യായൻ, അതായത് ശ്വേതാൻ വെള്ളക്കുതിരകളെ കെട്ടിയതായിട്ടുള്ള രഥം, ആ രഥത്തെയും പിന്നീട് പോരാ അക്ഷയതൂണീരങ്ങള് രണ്ട് ആവനാഴികള് അവിടെ കൊടുത്തു. ആർക്കും ശത്രുക്കൾക്കൊന്നും ഒരിക്കലും ഭേദിക്കാനാവാത്തതായിട്ടുള്ള ഒരു കവചവും കൂടി അവിടെ കൊടുത്തു, അല്ലെ. തൂണോ വർമ്മജാഭേദ്യം അസ്ത്രിഭി, മറ്റു അസ്ത്രങ്ങളൊന്നും തന്നെ ബാധിക്കാതിരിക്കാനായിട്ട് കവചങ്ങളും കൊടുത്തു. പോരാ, പിന്നെന്താണ്, അഗ്നിയുടെ സംരക്ഷണം ലഭിച്ചതായിട്ടുള്ള ആ മയൻ എന്ത് ചെയ്തു, മയൻ ഒരു സഭ തന്നെ നിർമ്മിച്ചു. എന്താണ്, ആ ഒരു സഭ തന്നെ നിർമ്മിച്ച് പാണ്ഡവന്മാർക്കായിട്ട് കൊടുത്തു. ഈ സഭയിലാണ് രാജസൂയം കഴിഞ്ഞതിന് ശേഷം പാണ്ഡവന്മാര് അല്ലെ ഇരിക്കുന്ന സമയത്ത് ദുര്യോധനാദികൾ വന്ന സ്ഥലജല ഭ്രമത്തോടുകൂടി അവര് ഇളിഭ്യരായി പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായത്. അപ്പം ഈ 4 ശ്ലോകങ്ങളിലൂടെ പരാമർശിച്ചതായിട്ടുള്ള സംഭവങ്ങളെല്ലാം അത് ഓരോന്ന് ക്രമത്തിലല്ല പറയുന്നെങ്കിൽ പോലും ഇന്ദ്രപ്രസ്ഥത്തെ സംബന്ധിച്ചവ ഓരോന്നായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അവിടെ ആദ്യം എന്താണ്, ആദ്യം ശരിക്കും ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചതായിട്ടുള്ള ഖാണ്ഡവ ദാഹം, പിന്നീട് അതിനോടനുബന്ധിച്ച് പിന്നീട് രഥങ്ങൾ കൊടുത്തത്, പിന്നെ സഭ കൊടുത്തത്, ഇതൊക്കെ ഇത്രയും കഴിഞ്ഞാണ് നായാട്ടിന് പോയ സമയത്ത്
ആ യമുനാ തീരത്ത് കന്യകയെ കണ്ടതും രാജസൂയം കഴിഞ്ഞ സമയത്ത് ആ ദുര്യോധനാദികളൊക്കെ ഈ സഭയെ കണ്ട് അല്ലെ യമുന എന്താണ് പാഞ്ചാലിയുടെ ഒരു ചിരി കൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമാകുന്ന കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിച്ചു. എന്തായാലും ആ ശ്രീകൃഷ്ണൻ അർജുനന്റെ അനുവാദം മേടിച്ചുകൊണ്ട് മറ്റു ബന്ധുക്കളുടെയൊക്കെ ആശീർവാദമൊക്കെ ലഭിച്ചുകൊണ്ട് അങ്ങനെ കാളിന്തിയെയും കൊണ്ട് സാത്വികിയും ഉദ്ധവൻ മുതലായതായിട്ടുള്ള യാദവ മുഖ്യന്മാരുടെ അകമ്പടിയോടുകൂടി വേഗം ദ്വാരകയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടോ അവിടെ പറയുന്നുണ്ട് നല്ല മുഹൂർത്തത്തിലെ പുണ്യ ഋതുവും നക്ഷത്രവും ചേർന്നതായിട്ടുള്ള ആ ഗ്രഹങ്ങളുടെ ആ എന്താണ് ബലമുള്ള ഗ്രഹങ്ങൾ എന്നുവെച്ചാൽ എന്താണ് പറയുന്നത് പുണ്യ ഋതു എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നു ഇതാണ് വസന്തകാലത്താണ് എന്ന് പറയുന്നത്. വസന്ത ഋതുക്കാലത്ത് നല്ല സമയത്താണ് ആ കാളിന്തിയെ വിവാഹം കഴിച്ചത് എന്ന് പറയാണ്. സ്വപുണ്യ ഋത്വക്ഷ ഊർജിതേ എന്ന് പറയുന്നുണ്ട്. അത് എന്താണ് ശരിക്കും പുണ്യകാലത്തെ കാണിക്കാൻ വേണ്ട വസന്തകാലമാണ്. അതുപോലെ തന്നെ അവിടെ ചന്ദ്രൻ വ്യാഴം ഇതൊക്കെ 4, 8, 12 എന്നുള്ള രീതിയിൽ രാശികളിൽ വരാത്ത ആ ഒരു ഭാഗം ഇതൊക്കെ ആ ഗ്രഹങ്ങളുടെ ഗ്രഹനിലയാണ് അവിടെ പറഞ്ഞത്. അത്ര നല്ല സമയത്തായിരുന്നു ആ കാളിന്തിയെ വിവാഹം കഴിച്ചത് എന്ന് അവിടെ പറയുന്നു. എന്തായാലും ആ വസുദേവരുടെ ഒരു സഹോദരിയാണ് രാജാധിദേവി. ആ രാജാധിദേവിയെ വിവാഹം കഴിച്ചു കൊടുത്തത് അവന്തി രാജാവാണ്. അങ്ങനെയുള്ള ആ അവന്തി രാജാവിന് രാജാധിദേവിയിലുള്ള കുട്ടിയാണ് മിത്രവിന്ദ. അപ്പം കാളിന്തിയുടെ വിവാഹം പറഞ്ഞതിന് ശേഷം പിന്നീട് മിത്രവിന്ദയുടെ കഥ അവിടെ പറയുകയാണ്. അങ്ങനെയുള്ള ആ മിത്രവിന്ദയെ സ്വയംവരത്തിലൂടെ അവിടുന്ന് നിശ്ചയിച്ച് ആ അവളുടെ സഹോദരന്മാരും പിന്നീട് ദുര്യോധന പക്ഷക്കാരായിട്ടുള്ള പല ആൾക്കാരും വന്ന് അവരുടെയൊക്കെ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തന്നെ ഭജിച്ചുകൊണ്ടിരുന്ന മിത്രവിന്ദയെ ആ ഭഗവാൻ ആ മറ്റു രാജാക്കന്മാര് മിഴിച്ചു നോക്കിയിരിക്കുന്ന തന്നെ അവിടുന്ന് ബലമായിക്കൊണ്ട് അവിടുന്ന് അപഹരിച്ച് കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്ന് അവിടെ പറയണം. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഗാന്ധർവ രീതിയിലുള്ള വിവാഹം എന്ന് വേണേൽ പറയാം. കാരണം എന്താണ്? മറ്റുള്ളവരുടെ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ബലമായിട്ട് കൊണ്ടുവരിക അല്ലെ. 8 തരത്തിലുള്ള വിവാഹം ഉണ്ടെന്ന് പറയും. അപ്പം ഇവിടെ ശരിക്ക് ഗാന്ധർവ രാക്ഷസ മിശ്രിതം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ആ മിത്രവിന്ദയെ വിവാഹം കഴിച്ചു എന്ന് അവിടെ പറയുന്നു. പിന്നീട് വേദങ്ങളെ പോലെ പുരാണങ്ങളും ഒക്കെ അനാദിയായിട്ടുള്ള ആ കലിയുടെ സ്വാധീനത്താൽ അവ നഷ്ടപ്രായമാകുന്ന സമയത്ത് ഭഗവാൻ പലതരത്തിലുള്ള അവതാരങ്ങള് അല്ലെ വ്യാസനെ പോലെയുള്ള പലതരത്തിലുള്ള അവതാരങ്ങള് ഉണ്ടാകും എന്നൊക്കെ പറയുകയാണ്. എന്തായാലും പിന്നീട് മിത്രവിന്ദയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് സത്യ എന്ന പേരായിട്ടുള്ള സത്യയെ വിവാഹം കഴിക്കുന്നത്. സത്യ ആരാണ്? നഗ്നജിന്നാമ കൗസല്യാസീലാജാധിധാർമിക സത്യാഭവൽ കന്യാദേവി നാഗ്നജിതി നൃപാം. നാഗ്നജിതി എന്നൊരു പേര് സത്യക്ക്. എന്താണ്? നഗ്നജിത്തിന്റെ മകളായതുകൊണ്ട് നാഗ്നജിതി എന്നൊരു പേരുണ്ട് സത്യക്ക്. ആ സത്യയുടെ വിവാഹം എങ്ങനെ നിശ്ചയിച്ചത്? എപ്പോഴും അച്ഛന്മാർക്ക് പെൺമക്കളോടുണ്ടെന്നില്ലാത്തൊരു കാരുണ്യം ഉണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ പെൺമക്കളായി കഴിഞ്ഞാൽ അവര് തന്നിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിട്ട് എന്താ ഇപ്പൊ ഒരു മാർഗമുള്ളൂ? വിവാഹം കഴിപ്പിക്കാതിരിക്കുക അല്ലെ. പക്ഷെ സമയമായി കഴിഞ്ഞാൽ കഴിപ്പിക്കാതിരിക്കാൻ പറ്റുമോ അവിടുന്ന്? അപ്പം കാലങ്ങളായിട്ട് ഈ സത്യം എന്താണ്? ഭഗവാനെ തന്നെ ഇങ്ങനെ വിചാരിച്ച് അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം മനസ്സിലാക്കിയതായിട്ടുള്ള നഗ്നജിത്ത് എന്ത് ചെയ്തു? ഒരു സ്വയംവരം തന്നെ തീരുമാനിച്ചു. മകളെ കൊടുക്കാനുള്ള സ്വയംവരം. എന്താ തീരുമാനിച്ചത്? 7 കാളകളെ ഒരേ സമയത്ത് പൂട്ടുക. കാളകളെ പൂട്ടുക എന്ന് പറഞ്ഞാൽ കണ്ടത്തില് അല്ലെ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പറഞ്ഞാൽ അറിയാമെന്ന് അറിയില്ല. എന്തായാലും ഈ 7 കാളകളെ ഒരേ സമയത്ത് പൂട്ടുന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ധാരാളം രാജാക്കന്മാർ വന്നു. എന്തെങ്കിലും നടക്കുമോ? ഒരാളെ തന്നെ പൂട്ടാൻ പറ്റുന്നില്ല, പിന്നെയാണോ ഇനി 7 കാളകൾ അല്ലെ. ഭഗവാൻ ഈ ഒരു ഇത് മനസ്സിലായതോടുകൂടി പല തരത്തിലുള്ള രാജാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടൊന്നും നടന്നില്ല. അങ്ങനെ അതിസുന്ദരിയായിട്ടുള്ള ആ സത്യയെ ഭഗവാൻ വിവാഹം കഴിക്കാനുണ്ട്. മൂർച്ചയേറിയതായിട്ടുള്ള കൊമ്പുകളുള്ള പോക്കിരികളായിട്ടുള്ള ആ കാളകളെ പിടിച്ചൊതുക്കുവാൻ വേണ്ടി ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? ഭഗവാൻ 7 വേഷം അങ്ങോട്ട് സ്വീകരിച്ചു. 7 വേഷം സ്വീകരിച്ചുകൊണ്ട് 7 കാളകളെയും പൂട്ടിക്കൊണ്ട് കാളകളെ
ആ കന്യകയായിട്ടുള്ള സത്യയെ അവിടുന്ന് ഭഗവാൻ അവിടുന്ന് സ്വീകരിച്ചു. അങ്ങനെ ആ ഭഗവാന്റെ ഈ ഒരു മഹത്വം കണ്ടുകൊണ്ട് വേഗം തന്നെ എന്ത് ചെയ്തു, ആ കോസലപതിയായിട്ടുള്ള നഗ്നജിത്ത് ഭഗവാനെ അവിടുന്ന് സ്വീകരിച്ച് അരിഹണേന അഭിഗുരുണ പൂജയൻ പ്രതിനന്ദിത. അവിടുന്ന് രാജാവിന്റെ ആസ്ഥാനത്തേക്ക് എന്നു കൃഷ്ണൻ വരുന്നത് കണ്ടുകൊണ്ട് ആ കൗസല രാജാവ് വേഗം എഴുന്നേറ്റ് പാദ്യാർഘ്യ ആചമനാദികളൊക്കെ ആയിക്കൊണ്ട് വേഗം ഒരു വിശിഷ്ട ആസനത്തിൽ ഇരുത്തിക്കൊണ്ട് കാലൊക്കെ കഴുകി ഗംഭീരമായിട്ട് അവിടുന്ന് പൂജ ചെയ്ത് സ്വീകരിച്ചു അവിടുന്ന്. എന്നിട്ടോ ലക്ഷ്മീ വല്ലഭനായിട്ടുള്ള ഭഗവാൻ അവിടെ വന്നെത്തി എന്നുള്ള ഒരു വിവരം അറിഞ്ഞതോടുകൂടി എന്ത് ചെയ്തു, സത്യാദേവി അവിടുന്ന് വേഗം തന്നെ ആ പൂർവ്വജന്മത്തിൽ താൻ ചെയ്തതായിട്ടുള്ള ഓരോരോ ആ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളുടെയൊക്കെ ഫലം കൊണ്ടാണ് ഇന്ന് തൻ്റെ മനോരഥങ്ങള് സത്യമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ കാരണം എന്താണ് അവിടെ പറയുന്നുണ്ട്, ഈ ഭൂയാദയം മേ പതിരാശിഷോമലാഹ കരോതു സത്യായി മേ ധൃതോ വ്രതേ. അവിടെ പറയുന്നു യൽപാദ പങ്കജ ശിരസാവിഭർത്തി ശ്രീരബ്ജ സഗിരിശ സഹ ലോകപാലൈ. ഇവിടെ ലക്ഷ്മി ഭഗവതിയും അതുപോലെ ലോകപാലന്മാരെല്ലാവരും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ടുള്ള ത്രിമൂർത്തികളും എല്ലാവരും അവരെല്ലാം ആ സേവിക്കുന്നതായിട്ടുള്ള തൃപ്പാദങ്ങള്, ആ പാദപത്മത്തിന്റെ ധൂളികള് ശിരസാ വഹിക്കുന്ന ആൾക്കാരാണ്. ഉള്ള മഹത്വമാണ് ഭഗവാനുള്ളത്. അങ്ങനെയുള്ള ആ ഭഗവാൻ തനിക്ക് ഭഗവാനെ വിവാഹം കഴിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ലീലാതനുസ്വകൃത സേതു പരീപ്സയേശ കാലേദസ ഭഗവാൻ മമകേന തുഷ്യേ. അങ്ങനെയുള്ള ആ ഭഗവാനെ തനിക്ക് ഭർത്താവായി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണ് ശരിക്ക്. അർച്ചിതം പുനരിത്യാഹ നാരായണ ജഗൽപതേ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിമൽപക. അങ്ങനെ അല്ലയോ പൂർണ്ണബ്രഹ്മമായിട്ടുള്ള ഹേ ഭഗവാനെ, ആദിനാരായണ മൂർത്തേ ആത്മാരാമ ലോകൈകനാഥ എന്നൊക്കെ അവിടുന്ന് ഗംഭീരമായിട്ട് സ്തുതിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ ഭഗവാൻ മനസ്സുകൊണ്ട് അവിടുന്ന് അങ്ങ് നമസ്കരിച്ചു എന്ന് പറയാണ്. പിന്നീട് ശിശു ബ്രഹ്മർഷി പിന്നീട് പറയുകയാണ്, അവിടെ തനിക്ക് നഗ്നചിത്ത രാജാവ് നൽകിയതായിട്ടുള്ള ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ഗംഭീര സ്വരത്തിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നരേന്ദ്രയാജ്ഞാക വിഭിർവിഗർഹിത രാജന്യ ബന്ധോ നിജധർമ്മവർത്തിന തഥാപിയാചേ തവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയാം നഹി ശുൽക്കദാവയം. അല്ലയോ രാജാവേ, ആ സ്വധർമ്മനിരതനായിട്ടുള്ള ക്ഷത്രിയന് ആപധർമ്മമായിട്ട് പോലും ഒരിക്കലും എന്താണ് യാചന ഒരിക്കലും ചെയ്യാൻ സാധിക്കും. യാചന നിന്ദ്യമാണ് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം. രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരെന്താ ചെയ്യേണ്ടത്? ദിഗ്വിജയം ചെയ്ത് വെട്ടിപ്പിടിക്കുകയാണ്. അവര് യാചിക്കില്ല ഒരിക്കലും. അപ്പം അങ്ങനെയാണ് ശരിക്ക് ആ യാചന നിന്ദ്യമാണെന്നും ഒക്കെ ആണ് ആചാര്യന്മാർ പറഞ്ഞത്. എങ്കിലും അങ്ങയോടുള്ള ആ സൗഹൃദ ബന്ധത്തെ പ്രബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അങ്ങയുടെ പുത്രിയെ ഭാര്യയായിക്കൊണ്ട് നൽകുവാൻ ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്. ക്ഷത്രിയർക്ക് യാചിക്കുക എന്നുള്ളൊരു ഇതില്ല എങ്കിൽ, പക്ഷേ ഇവിടെ എന്താണ് ആ സത്യയുടെ ഭജനവും തന്നോടുള്ള ഒരു ഭക്തിയും ഒക്കെ മനസ്സാക്കിക്കൊണ്ട് അങ്ങയോട് ഞാൻ യാചിക്കുകയാണ്. അങ്ങയുടെ ആ പത്നിയെ, മകളായിട്ടുള്ള സത്യയെ എനിക്ക് വിവാഹം വെച്ച് തരണം എന്ന് ആവശ്യപ്പെടുന്നതോടെ യാചിക്കുന്നു എന്ന് പറയാണ്. അപ്പം എന്നിട്ടോ ഞങ്ങള് കന്യാശുൽക്കം കൊടുക്കാറ് പതിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ യാചനയോടുകൂടിയാണ് ആ സത്യയെ അവിടുന്ന് വിവാഹം കഴിച്ചത് എന്നവിടെ പറഞ്ഞു. പിന്നീടാണ് അവിടെ ഒരിക്കലും വിട്ടുപിരിയാത്തതായിട്ടുള്ള ലക്ഷ്മി ഭഗവതി ആരുടെ തിരുമാറിലാണോ കുടികൊള്ളുന്നത്, അങ്ങനെ എല്ലാ ഗുണങ്ങൾക്കും വാസസ്ഥാനമായിട്ടുള്ള ആ നിന്തിരുവടിയേക്കാൾ യോഗ്യനായിക്കൊണ്ട് വേറൊരാളെ ഞാൻ കാണുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ആ യാദവ ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയോട് ഒന്ന് പറയുവാൻ വേണ്ടി ഞങ്ങൾ വീരപുരുഷനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള നിബന്ധന ഒരു ഉപായമായി ഏർപ്പെടുത്തിയതാണ് ഈ പറഞ്ഞതായിട്ടുള്ള എന്താണ് ഈ കാളകളെ പൂട്ടുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അവിടെ നേരിട്ട് പറഞ്ഞ് അങ്ങനെ യാദവരുടെ നാഥനായിട്ടുള്ള ലക്ഷ്മി പിന്നെ വേറൊരു കാര്യമാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എളുപ്പവും കൂടിയുണ്ട്. കാരണം എന്താണ് പശുപാലകൻ വർഗത്തിൽപ്പെട്ടവരാണ് ഭഗവാനൊക്കെ യാദവര്. അപ്പൊ കുറച്ച് എളുപ്പമുണ്ട് ഈ കാളകളെ പൂട്ടാനൊക്കെ. എന്തായാലും
അങ്ങേക്ക് ഈ കാളകളെ തളയ്ക്കാമെങ്കിൽ അങ്ങ് എൻ്റെ പുത്രിക്ക് അനുരൂപനായിട്ടുള്ള ഒരു വരനായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഒക്കെ അവിടെ പറഞ്ഞുകൊണ്ട് ആ സത്യയെ ഭഗവാന് അവിടെ നിന്ന് കൊടുത്തു എന്ന് പറയാണ്. എന്തായാലും അവിടെ പറയുന്നുണ്ട്, ബദ്ധ്വാതാൻ ദാമഭീശൗരിർ ഭഗ്നദർപ്പാൻ ഹതൗജസ യഹർഷല്ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാൻ യഥാ. അതായത് സ്വയം ഏഴായിട്ട് ഭഗവാൻ അങ്ങോട്ട് മാറിയിട്ട് അരയും തലയും മുറുക്കിക്കൊണ്ട് ഒരു ലീലാവിനോദം എന്നുള്ള രീതിയിലാണ് ആ കാളകളെയൊക്കെ പിടിച്ചൊതുക്കി എന്ന് പറയാണ്. അങ്ങനെ ആ കയറ് കെട്ടി ഒരു മരം കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ഒരു പാവയെ എങ്ങനെയാണോ ഒരു ബാലൻ അല്ലെങ്കിൽ ഒരു കുട്ടികള് കളിക്കുന്നത്, അതേപോലെയായിരുന്നു ഭഗവാൻ ആ 7 കാളകളെയും പൂട്ടിയത് എന്ന് അവിടെ പറയുകയാണ്. എന്തായാലും നഗ്നജിത്ത് ഭഗവാന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് വിസ്മയിച്ച് സന്തോഷത്തോടുകൂടി ആ പുത്രിയായിട്ടുള്ള സത്യയെ വിധിപ്രകാരം ആ കൃഷ്ണനെ ദാനം ചെയ്തു എന്ന് പറയണം. അങ്ങനെ അവളെ സ്വീകരിച്ച് ഭഗവാൻ വിധിയാം വണ്ണം അവിടുന്ന് പരിണയിച്ചു എന്ന് പറയുന്നത്. ഈ വിവാഹം എന്താണ് ശരിക്ക്? പ്രാജാപത്യം എന്ന് പറയും. ഇതൊരു സാമാന്യ രീതിയിലുള്ള അച്ഛന്റെ നിർബന്ധപ്രകാരം അല്ലെ അറിഞ്ഞു വരഞ്ഞു കൊടുക്കുന്നതാണ് പ്രാജാപത്യം എന്ന് അവിടെയാണ്. കന്യകയെ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ആവശ്യപ്പെട്ടപ്പോൾ എന്തായി? അച്ഛന്റെ സമ്മതത്തോടു കൂടി മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേവ കന്യാദാനം ചെയ്യുക. അതിനെ ബ്രാഹ്മം അല്ലെങ്കിൽ പ്രാജാപത്യം ഇതൊക്കെ അവിടുന്ന് പറയും. ഇതാണ് പിന്നീട് രാജപത്നിശ്ച ദുഹിതു കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം ലേഭിരേ പരമാനന്ദം ജാതശ്ച പരമോത്സവ. അങ്ങനെ തങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിട്ടുള്ള ആ ഭഗവാനെ പുത്രിയുടെ ഭർത്താവായിട്ട് ലഭിച്ചതുകൊണ്ട് അവിടെയുള്ള ആ രാജപത്നിമാര് ഒക്കെ അവരൊക്കെ സന്തോഷിച്ചു, പരമാനന്ദഭരിതകളായി അവരൊക്കെ. എന്നിട്ടോ അവിടെ ശംഖം, ഭേരി, ആനകം തുടങ്ങിയതായിട്ടുള്ള വാദ്യഘോഷങ്ങളൊക്കെ അവിടെ പ്രകടിച്ചു. കൊട്ടും പാട്ടും ഒക്കെ മുഴങ്ങി സന്തോഷഭരിതരായിക്കൊണ്ട് ആ അന്തപുരത്തിലുള്ള സ്ത്രീ പുരുഷന്മാരെല്ലാവരും പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് മാല്യങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ആ സത്യയുടെ വിവാഹ രംഗങ്ങളെ കൊഴുപ്പേറ്റി എന്നവിടെ പറയാണ്. എന്തായാലും സമ്പന്നനായിട്ടുള്ള ഈ നഗ്നജിത്ത് കൊടുത്തതായിട്ടുള്ള സ്ത്രീധനത്തെ അവിടെ പറയുന്നുണ്ട്. നോക്കൂ 50-ാമത്തെ ശ്ലോകം. ദശധേനു സഹസ്രാണി പാരിബർഹമദാത് വിഭൂ യുവതീനാം ത്രിസാഹസ്രം നിഷ്കഗ്രീവ സുവാസസാം. ദശധേനു സഹസ്രാണി, അതായത് 10,000 ധേനു എന്ന് പറഞ്ഞാൽ പശുക്കള്, 10,000 പശുക്കള്. പിന്നെ പട്ടുവസ്ത്രങ്ങള്, പാരിബർഹം എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ആ കഴുത്തിലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞുള്ള ധാരാളം പശുദാനങ്ങള്. പിന്നെ അത് തന്നെയല്ല, ദാസി യുവതീനാം ത്രിസാഹസ്രം അല്ലെ, ഒരു 3000 ദാസികള്. നിഷ്കഗ്രീവസ്വാസം. പിന്നെ പോരാ, അവിടെ പറയുന്നുണ്ട് 9,000 ആനകളുണ്ടായിരുന്നു. പിന്നെ അതിന്റെ 100 ഇരട്ടി രഥങ്ങള്, അതിന്റെ 100 ഇരട്ടി കുതിരകള്, അതിന്റെ 100 ഇരട്ടി കാലാൾപ്പടകള്. ഇങ്ങനെ ഒരു വലിയൊരു സൈന്യ വിഭാഗം തന്നെ ഒരു പാരിതോഷികമായിട്ട് കൃഷ്ണന് ആ നഗ്നജിത്ത് കൊടുത്തു എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് ആ പുത്രിയോടും അതുപോലെ തന്നെ ജാമാതാവിനോടുമുള്ള വാത്സല്യാദി രേഖത്തോടുകൂടി ആർദ്രചിത്രനായിട്ടുള്ള ആ രാജാവ് നഗ്നജിത്ത് ദമ്പതികളായിട്ടുള്ളവരെ രഥത്തിൽ കയറ്റി വൻപിച്ച സൈന്യത്തോടുകൂടി, സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടി എങ്ങോട്ട്? ആ കൃഷ്ണന്റെ മന്ദിരത്തിലേക്ക് അല്ലെങ്കിൽ ദ്വാരകയിലേക്ക് അവിടുന്ന് യാത്രയാക്കി എന്ന് പറയാണ്. ഇപ്പം 3 കഥകൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? കാളിന്തി, മിത്രവിന്ദ, സത്യ. പിന്നീടാണ് 2 പേര് ലക്ഷ്മണയും അതുപോലെ തന്നെ ഭദ്രയും. അവിടെ പറയുന്നുണ്ട്, കൃഷ്ണന് പ്രിയത്തെ ചെയ്യുവാൻ വേണ്ടിയിട്ട് അർജുനൻ ആ ഗാണ്ഡീവ് ധനുസിലൂടെ ശത്രു സമൂഹത്തെയൊക്കെ ശരവർഷം കൊണ്ട്, അതായത് ഈ സത്യയെ വിവാഹം കഴിച്ച സമയത്ത് ധാരാളം രാജാക്കന്മാരെ എതിരെ യുദ്ധത്തിനായിട്ട് വന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? അർജുനൻ തന്റെ ഗാണ്ഡീവം കൊണ്ട് അവരെയൊക്കെ, ശത്രു സമൂഹത്തെയൊക്കെ അവര് ശരവർഷം കൊണ്ട് തുരുത്തി അവിടുന്ന്. പിന്നെ ഒരു സിംഹം ക്ഷുദ്രമൃഗങ്ങളെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ അവരെയൊക്കെ നിസാരമായിട്ട് അവരെയൊക്കെ ഓടിച്ചു ഓടുന്നു. അങ്ങനെ ആ ദ്വാരകയിലേക്ക് എത്തി. പറഞ്ഞു, പാരിബർഹമുപാഗൃഹ്യ ദ്വാരകാമെത്യ സത്യയ
രേമേ യദൂനാം ഋഷഭോ ഭഗവാൻ ദേവകീ സുത. ആ ദേവകീ പുത്രനും യദുവംശ ശ്രേഷ്ഠനുമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ശശുരൻ നൽകിയതായിട്ടുള്ള പാരിതോഷങ്ങൾ അല്ലെ സമ്മാനങ്ങളൊക്കെ ആയിക്കൊണ്ട് ദ്വാരകയിൽ പ്രവേശിച്ച് സത്യയെ വിവാഹം കഴിച്ച് അവിടെ കഴിഞ്ഞുകൂടി എന്ന് പറഞ്ഞു. പിന്നീടാണ് കെ രാജാവിന് തൻ്റെ അച്ഛന്റെ സഹോദരിയായിട്ടുള്ള ശ്രുതകീർത്തി. ഇപ്പൊ ഇതെല്ലാം ആരാണ് ശരിക്കും? മുറപ്പെണ്ണാണ് എല്ലാവരും അല്ലെ. അപ്പം ആ ശ്രുതകീർത്തിയിൽ ഉണ്ടായിട്ടുള്ള ഭദ്ര എന്ന കന്യകയെ അവളുടെ സഹോദരന്മാരായിട്ടുള്ള അവരെയൊക്കെ വിജയിച്ചു. അവരെയൊക്കെ അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ ലക്ഷ്മണയെ അവിടുന്ന് ഭദ്രയെ വിവാഹം കഴിച്ചു എന്നവിടെ പറഞ്ഞു. പിന്നീട് അതിനുശേഷം സുതാം ച മദ്രാധിപതേ ലക്ഷ്മണാം ലക്ഷണൈർയുതാം സ്വയംവരേ ജഹാരൈക സസുപർണ സുധാമിവ. പിന്നെ പറയുന്ന അവിടെ മദ്ര രാജപുത്രിയായിട്ടുള്ള ലക്ഷണസമ്പന്നയായിട്ടുള്ളവളാണ് ലക്ഷണ എന്ന് പറയാൻ കാരണം എന്താണ്? ലക്ഷ്മണ. അപ്പൊ ലക്ഷ്മണ എന്ന കന്യകയെ ഭഗവാൻ എങ്ങനെയാണ് സ്വയംവരത്തില് വിവാഹം കഴിച്ചു. എങ്ങനെയാണോ അവിടെയും പറയുന്നുണ്ട്, പല സ്ഥലത്തും ഉണ്ട് ഈ ഒരു ഉപമ. എങ്ങനെയാണോ അമൃത് അല്ലെ ഗരുഡൻ കൊണ്ടുപോയത്, അതുപോലെ അവിടെ സുവർണ സുധാമിവ, എങ്ങനെയാണോ അമൃതകുംഭത്തെ ഗരുഡൻ കൊണ്ടുപോയത്, അതുപോലെ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് ഭഗവാൻ ആ ലക്ഷ്മണയെയും അവിടുന്ന് വിവാഹം കഴിച്ചു. അങ്ങനെ കൃഷ്ണന് 8 പത്നിമാരുടെ വിവാഹ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, അന്യൈശ്ചേവം വിധാ ഭാര്യാ കൃഷ്ണസ്യാസൻ സഹസ്രശ ഭൗമം ഹത്വാ തന്നിരോധാദാഹൃതാശ്ചാരുദർശനാഹ. പക്ഷെ ഇതൊന്നും അല്ലല്ലോ ഇന്നത്തെ കേട്ടുകേൾവി അല്ലെ. ഭഗവാൻ 8 വിവാഹം എന്നല്ലല്ലോ, 16,108 വിവാഹം എന്നല്ലേ പറയാറ്. അത് ചോദിച്ചോടുന്ന് അല്ലെ. അപ്പം കൃഷ്ണൻ ആയിരക്കണക്കിന് വേറെ പത്നിമാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇനി അടുത്ത അധ്യായത്തിലൂടെ ആ നരകാസുരനെ നിഗ്രഹിച്ച് ആ കാരാഗ്രഹത്തിൽപ്പെട്ടതായിട്ടുള്ള സുന്ദരിമാരെയൊക്കെ ഭഗവാൻ പരിണയത്തിന് കാരണമാക്കി കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 5 വിവാഹ കഥകളോട് കൂടിയിട്ടുള്ള 58ാമത്തെ അധ്യായം അവിടെ കഴിയുന്നത്. എല്ലാ വാക്കുകളും നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഇവിടെ പലതരത്തിലുള്ള വിവാഹങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. 8 തരത്തിലുള്ള വിവാഹം. അവിടെ ഭദ്രയുടെ വിവാഹം ബ്രാഹ്മമാണെങ്കിൽ ലക്ഷ്മണയുടെ വിവാഹം സ്വയംവരം അല്ലെ. അങ്ങനെ മറ്റുള്ളവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ രാക്ഷസ വിധി പ്രകാരം രണ്ടും കൂടെ മിശ്രമായിട്ടാണ് പറയുക. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ 5 പേരെ വിവാഹം കഴിച്ച കഥകളൊക്കെ നമുക്ക് ഇതെല്ലാ വാക്കുകളെയും ഗുരുനാഥന്റെ പാദങ്ങളിലും ഭഗവാന്റെ പാദങ്ങളിലുമായിട്ട് സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.